بسم الله الرحمن الرحيم. عن البراء بن عازب رضي الله عنهما ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് അബൂ ഇസ്ഹാഖ് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദീകരണവും ചർച്ചകൾ മുമ്പ് നാം കഴിഞ്ഞതിൻ്റെ ബാക്കിയാണത്. അബൂ ഇസ്ഹാഖ് എന്നവർ വിശ്വസ്തരാണ്, താബിഇയാണ്, ധാരാളം മഹാന്മാരായ സ്വഹാബികളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. എന്നാലും അവർ മുദല്ലിസായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുദല്ലിസിൻ്റെ അന്നനത്ത് മഖബൂലാണോ അല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. എന്നാൽ ഈ റിവായത്തിൽ അനിൽ ബറാഅ് എന്നാണെങ്കിലും ഇമാം ബുഖാരി തന്നെ മറ്റൊരു സ്ഥലത്ത്, അതുപോലെ മറ്റ് മുഹദ്ദിസീങ്ങളെല്ലാം അനത്ത് ഒഴിവാക്കി അഖ്ബറനൽ ബറാഉ എന്ന് പറഞ്ഞിട്ടുണ്ട് അബൂ ഇസ്ഹാഖ് എന്നവർ. അതുകൊണ്ട് ഇതിൽ അനനത്തുണ്ടെങ്കിലും അബൂ ഇസ്ഹാഖ് എന്നവർ ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, റസൂലിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാകുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുദല്ലിസിൻ്റെ അനനത്ത് സ്വീകരിക്കോ ഇല്ലയോ ചർച്ച ഇവിടെ വരുന്നില്ല. കാരണം ഈ റിവായത്തിൽ അനനത്ത് ഉപയോഗിച്ചെങ്കിലും അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ നേരിട്ട് ബറാഅ് ബിൻ ആസിബിനെ ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. എന്താ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന അവ്വലമാ ഖദിമൽ മദീനത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്ന ആദ്യകാലത്തിൽ നബി തങ്ങളായിരുന്നു. നസല, നബി തങ്ങൾ ഇറങ്ങിയവരായിരുന്നു. അലാ അജ്ദാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജ്ദാദ് പിതാമഹന്മാർ അവരുടെ അടുക്കൽ ഇറങ്ങി താമസിച്ചവരായിരുന്നു. നസല പറഞ്ഞാൽ നബി തങ്ങൾ ഇറങ്ങി താമസിച്ചവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജ്ദാദ് പറഞ്ഞാൽ പിതാമഹന്മാരുടെ അടുത്ത് താമസിച്ചവരായിരുന്നു. പിതാമഹന്മാരുടെ അടുക്കൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ വല്ലിപ്പയായ ഹാഷിം എന്നവർ, ഹാഷിം ഇബ്നു അബ്ദു മനാഫ്, അവർ കല്യാണം കഴിച്ചത് മദീനയിൽ വെച്ചാണ്. മദീനക്കാരിയാണ്. ബനൂ നജ്ജാർ കബീലയിൽപ്പെട്ടതായ ഒരു മഹദിയാണ് സൽമ എന്നവർ. അവരെയാണ് ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്നുള്ള കല്യാണം കഴിച്ചത്. അതിലുണ്ടായ കുട്ടിയാണ് നബി തങ്ങളുടെ പിതാവിൻ്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ. അവരുടെ പേര് സൽമ എന്നാണ്. വക്കാനത്ത് ഷരീഫത്തൻ, അവർ വലിയ പദവികളും നിലവാരവും ഉള്ളവരായിരുന്നു. ലാ തൻകിഹു റിജാല ഹത്താ യസ്തരിതു ലഹാ അൻ അംറഹാ ബിയദിഹാ, അവർ വലിയ സുന്ദരിയാണ്, വലിയ പേരും പെരുമയുമുള്ളവരാണ്, സമ്പന്നയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾ കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് ഷർത്താണ്, അവർ പറയണം നിങ്ങളെ കാര്യം നിയന്ത്രിക്കണം നിങ്ങളായിരിക്കണമെന്ന്. അങ്ങനെ അവരുടെ കാര്യം അവർ നിയന്ത്രിക്കുന്നത് ജാഹിലിയ കാലാണ്. അപ്പോൾ സൽമാനെ ആരെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ സൽമക്ക് ഉറപ്പ് കൊടുക്കണം. സൽമാൻ്റെ കാര്യം സൽമാൻ തീരുമാനിക്കുക, പെണ്ണായിരിക്കണം കാര്യം നിശ്ചയിക്കുന്നത്. എത്രത്തോളം ആണിനെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും കല്യാണം കഴിച്ചാൽ അവർക്ക് ആ പുതിയാപ്പിളിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഒഴിവാക്കും. നീ പോയിക്കോ, അവനെ അങ്ങോട്ട് കൊല്ലാക്കല്ലി വിടും. ഇതൊക്കെ ജാഹിലിയ കാലമാണ്. അതിലുണ്ടായ അങ്ങനെ സൽമാന് അബ്ദു ഹാഷിം എന്നവർ കല്യാണം കഴിച്ചപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ. അവരുടെ കബീലക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യം താമസിച്ചത് കുബൈയിൽ എത്ര ദിവസമാണ് താമസിച്ചത് എന്നുള്ള അഭിപ്രായം, എന്തായാലും വന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മുതൽ പിറ്റത്തെ വെള്ളിയാഴ്ച അവിടുന്ന് പോയി എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് പോയത്.
അപ്പോൾ തിങ്കൾ മുതൽ തിങ്കളാഴ്ച വരെ 8, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അങ്ങനെ 12-ാമത്തെ ദിവസം അവിടുന്ന് പോയി. 12-ാമത്തെ ദിവസമാണ് പോയത് എന്നും അഭിപ്രായമുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കസുവാകുന്ന കുതിരപ്പുറത്ത് കയറി, ഒട്ടകപ്പുറത്ത് കയറി, ആ ഒട്ടകം അങ്ങനെ ഓരോരോ ആളുകളുടെ അടുക്കലേക്ക്, ഓരോരോ കബീലക്കാരുടെ അടുക്കലേക്ക് പോയി. എല്ലാവരും നബി തങ്ങളെ സ്വീകരിച്ചു. ഇറങ്ങി താമസിക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യാം, എല്ലാവിധ സംരക്ഷണവും തരാം, ഞങ്ങൾ ആളുകൾ നല്ലവുമുണ്ട്, നിങ്ങളെ കാക്കാനുള്ള എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്, എല്ലാവിധ തങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാം ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നടന്നു. ഈ അജ്ദാദിൻ്റെ അടുത്തുള്ള അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ അടുത്താണ് നബി തങ്ങൾ താമസിച്ചത്. ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ്, ഇന്നത്തെ മസ്ജിദുൻ നബവിയുടെ അടുത്താണ് കുബായിൽ നിന്ന് പോകുന്നതിന് ശേഷം നബി തങ്ങൾ താമസിച്ചത്. അത് നബി തങ്ങളുടെ കുടുംബക്കാരായ അജ്ദാദ് എന്നവരെ പറ്റി പറയാം. കാരണം വല്ലിപ്പാൻ്റെ കല്യാണം കഴിച്ച പാർട്ടിക്കാരാകുമ്പോൾ ഞങ്ങൾ വല്ലിപ്പാരാണ് കാര്യം. അല്ലെങ്കിൽ അഹ്വാൽ, അമ്മാവന്മാർ. കാരണം ഉമ്മഭാഗത്തിൽ കൂടെയുള്ള കുടുംബക്കാരെ പറ്റി സാധാരണ പറഞ്ഞതാണല്ലോ, ഖാലുകൾ, അമ്മാവന്മാർ. അവരുടെ അടുക്കലാണ് താമസിച്ചത്. അവരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇറങ്ങിയത് അവരുടെ അടുത്തല്ല എന്നുള്ളതാണ് പ്രബലം. പക്ഷെ അവരും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടുത്തടുത്ത വീടുകളായിരുന്നു, അടുത്തടുത്ത സ്ഥലത്തായിരുന്നു. അവരെപ്പോഴും നബി തങ്ങളുടെ കാവലിലായിരുന്നു. ഒറ്റടിക്ക് കണ്ടവർ തോന്നും നബി തങ്ങളുള്ളത് അഖ്വാലിൻ്റെ അടുക്കലാണ്, നബി തങ്ങളുടെ കുടുംബക്കാരുടെ അടുക്കലാണ് എന്ന്. വഅന്നഹു സല്ലാ ഖിബല ബൈത്തുൽ മുഖദ്ദസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് നിസ്കരിച്ചു. 16 ശഹ്റൻ ഔ 17 ശഹ്റാ, 16 മാസം അല്ലെങ്കിൽ 17 മാസം. അത് കണക്കൂട്ടിയാൽ കിട്ടുന്ന വിഷയമാണ്. 16 17 എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെടുന്നത്, ഇത് ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പോരുന്നത് റബീഉൽ അവ്വലിലെ തൊട്ട് മുമ്പത്തെ മാസം സഫർ 27 പുറപ്പെടുന്നത്. നബി തങ്ങൾ മക്കയിൽ എത്തുന്നത്, മദീനയിൽ എത്തുന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അപ്പോൾ സഫർ 27 നബി തങ്ങൾ പുറപ്പെടുന്നു. റബീഉൽ അവ്വൽ 12 മദീനയിലെത്തുന്നു. പിന്നെ ആ റബീഉൽ അവ്വൽ 12 മുതൽ പിന്നെ കിബിലയുടെ തിരിക്കൽ വരുന്നത് റജബ് 15 രണ്ടാമത്തെ വർഷം. റജബ് 15 കഅബ ഷരീഫിനെ കിബിലയായി അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. സാദഹല്ലാഹു ശറഫാ. അപ്പോൾ പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ആ റബീഉൽ അവ്വലും പിറ്റത്തെ റബീഉൽ അവ്വലും പൂർണ്ണമായി കൂട്ടുകയാണെങ്കിൽ റബീഉൽ അവ്വൽ മുതൽ പിറ്റത്തെ റബീഉൽ അവ്വൽ വരേക്കും 13 മാസം. ആ റബീഉൽ ഒരു മാസമായി കൂട്ടുകയാണെങ്കിൽ പിറ്റത്തെ റബീഉൽ അവ്വൽ ഒരു മാസം. അപ്പോൾ റബീഉൽ അവ്വൽ മുതൽ റബീഉൽ അവ്വൽ വരേക്കും 13 മാസം പൂർണ്ണമായി കൂട്ടുകയാണെങ്കിൽ. പിന്നെ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ് 4 മാസം കൂടി. അപ്പം എന്തരായി? 13 4 17. അതല്ല, ആ പുറപ്പെട്ട് കുറേ ദിവസം പോയിട്ടുണ്ടല്ലോ, അത് പൂർത്തി. അങ്ങനെ രണ്ടാമത് റബീഉൽ അവ്വലിനെ മാത്രം കൂട്ടുകയാണെങ്കിൽ റബീഉൽ അവ്വൽ മുതൽ റബീഉൽ അവ്വലിലേക്കും 12, പിന്നെ 4, അപ്പോൾ 16. അങ്ങനെയാണ് ആ കണക്ക് വരുന്നത്. അങ്ങനെയാണ് ആ കണക്ക് വരുന്നത്. അതിനുള്ള കസ്റ് ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിലേക്ക് കൂട്ടുകയാണെങ്കിൽ വരല് 16 മാസവും 3 ദിവസവുമാണ് വരിക. പിന്നെ അതിൻ്റെ മുമ്പ് മക്കയിൽ വെച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് നമ്മൾ പറഞ്ഞല്ലോ, യഅനി ഇൻദൽ ബൈത്ത് സലാത്തുക്കും ഇൻദൽ ബൈത്ത്
എന്ന് പറഞ്ഞത് പ്രകാരം എന്ത് വരും? ആ മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതും നിസ്കാരം ഫർളായി നിസ്കരിച്ചതും അതും കൂടി കൂട്ടുമ്പോൾ എളുപ്പമായിട്ട് കണക്കൂട്ടാൻ. എന്താ, റജബ് 27 ഇസ്രാ നടക്കുന്നത്. റജബ് 27 അന്നാണ് നിസ്കാരം ഫർളാകുന്നത്. പിന്നെ അത് കഴിഞ്ഞു 1.5 മാസം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്നത്. ആ റജബ് കഴിഞ്ഞു, പിറ്റത്തെ റജബും കഴിഞ്ഞു, പിറ്റത്തെ റബീഉൽ അവ്വലിലാണ് പുറപ്പെടുന്നത്. അങ്ങനെ അത് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നിസ്കാരം ഉജൂബായി 3-ാമത്തെ റജബ് 15, റജബ് 27 നിർബന്ധമായി. പിന്നീട് 4-ാമതായി വരുന്ന റജബ്, 3-ാമത്തെ കൊല്ലം റജബ് പൂർത്തീകരണത്തിലാണ് റജബ് പരിശുദ്ധ കഅബ ഷരീഫിനെ കിബിലയാക്കി നിശ്ചയിച്ചു കൊടുക്കുന്നത് മദീനത്തിൽ വെച്ചിട്ട്. അപ്പോൾ എത്ര വർഷം വരും? 35 മാസവും 18 ദിവസവും ഉണ്ടാവും. കണക്കൂട്ടി നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണത്. കാരണം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുന്നത്. പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് ഖിബില ഒഴിവാക്കിയിട്ട് കഅബ ബൈത്തുൽ ഖിബിലയായി നിശ്ചയിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നിട്ട് 16 17 വർഷം മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. ബൈത്തുൽ മുഖദ്ദസ് എന്നും പറയലുണ്ട്, ബൈത്തുൽ മഖ്ദിസ് എന്നും പറയലുണ്ട്. രണ്ടുപേർക്കും വായിക്കലുണ്ട്. അധിക റിവായത്തിലും ബൈത്തുൽ മഖ്ദിസ് എന്നാ കാണുക. വകാന യുഅ്ജിബുഹു അൻ തകൂന ഖിബ്ലതഹു ഖിബ്ലൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ താല്പര്യമാകുമായിരുന്നു നബി തങ്ങളുടെ കിബില ബൈത്തുൽ ഖിബ്ലൽ ബൈത്ത്, പരിശുദ്ധ കഅബയുടെ അൽ ബൈത്ത് കഅബയാണ്, കഅബയുടെ പേരാണ്. കഅബയുടെ ഭാഗത്തേക്കാക്കൽ നബി തങ്ങൾക്ക് വലിയ തൃപ്തിയുള്ള കാര്യമായിരുന്നു. വഅന്നഹു സല്ലാ അവ്വല സ്വലാത്തിൻ സല്ലാഹാ സ്വലാത്തൽ അസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി നിസ്കരിച്ച നിസ്കാരം, കഅബന്റെ ഭാഗത്തേക്ക് ആദ്യമായി നിസ്കരിച്ച നിസ്കാരം അസ്ർ നിസ്കാരമാണ്. വസല്ലാ മഅഹു ഖൗമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരു ഖൗമ് നിസ്കരിച്ചു. ഫഖറജ, അങ്ങനെ ആ റജുൽ ഫഖറജ റജുലും മിമ്മൻ വസല്ലാ മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ചു. ഖൗമുൻ, നല്ലൊരു വിഭാഗം ആളുകൾ നിസ്കരിച്ചു. കൗമ് എന്ന പ്രയോഗം പുരുഷന്മാർക്ക് മാത്രമേ പറയുള്ളൂ. കൗമ് എന്നുള്ള പ്രയോഗം സ്ത്രീകളെ സംബന്ധിച്ച് പറയില്ല എന്നുള്ളതാണ് ഭാഷാപരമായിട്ടുള്ള ചർച്ചയിൽ പറയുന്നത്. കൗമ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ പെടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ കുറേ ആണുങ്ങൾ തങ്ങളോട് കൂടെ നിസ്കരിച്ചു. ഫഖറജ റജുലും മിമ്മൻ സല്ലാ മഅഹു. നബി തങ്ങളോട് കൂടെ നിസ്കരിച്ചതായ ആണുങ്ങളിൽ നിന്ന് ഒരാണ് പുറപ്പെട്ടു. ഫമറ അലാ അഹ്ലി മസ്ജിദിൻ. അവർ ഒരു പള്ളിൻ്റെ അയൽക്കാരടുക്കൽ കൂടെ നടന്നു പോയി. വഹും റാക്കിഊൻ. ഏത് സ്ഥിതിയിൽ? അവർ റുക്കൂ ചെയ്യുന്നവരാണ്. റാക്കിഊൻ എന്ന് പറഞ്ഞത് ജുസ് പറഞ്ഞ് കുല്ല് മുറാദാണ് എന്നാണ് പല മുഹദ്ദിസീങ്ങളും പല ഷാരികളും പറഞ്ഞിട്ടുള്ളത്. റുക്കൂ ചെയ്യുന്നവരാണ്, അതിനർത്ഥം നിസ്കരിക്കുന്നവരാണ്. ആ നിലക്ക് ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പള്ളിൻ്റെ അഹ്ലുകാരടുക്കൽ കൂടെ നബി തങ്ങളോട് കൂടെ കിബില മാറ്റി കഅബ കിബിലയായി നിസ്കരിച്ച ഒരാൾ പുറപ്പെട്ടു. അപ്പോൾ അവർ നിസ്കരിക്കുന്നത് എവിടേക്കാണ്? ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് മദീനയുടെ നേരെ വടക്ക് ഭാഗമാണ്. ഫഖാല, അപ്പം നബി തങ്ങളോട് കൂടെ നിസ്കരിച്ച് പോയ ആ റജുൽ പറഞ്ഞു, അഷ്ഹദു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിച്ച് പറയുന്നു. ഒരു സത്യത്തിൻ്റെ പ്രയോഗം തന്നെയാണത്. ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഖിബല മക്കത, മക്കയുടെ ഭാഗത്തേക്ക് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖിബല മാറിയിട്ടുണ്ട്. ഞാൻ നബി തങ്ങളോട് കൂടെ കഅബന്റെ ഭാഗത്തേക്ക്, മക്കയുടെ ഭാഗത്തേക്ക് നിസ്കരിച്ചാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സാക്ഷ്യം വഹിച്ച് പറയുന്നു. ഇത് കേട്ടപ്പം ഫദാറു കമാഹും,
ഫദാറോ അവരെല്ലാവരും ചുറ്റി. കമാ മൗസൂലാക്ക പല തർക്കീബുണ്ട് അവിടെ. കമാ ഒരു ഹാലത്തിൻ്റെ മേലിലായി തെറ്റി. ഹും അവരാകുന്നത് ആയത് കളഞ്ഞതാ, അല്ല ഖബർ കളഞ്ഞതാ, അലൈഹി അവരവസ്ഥയുടെ മേലാണ്. അപ്പം അവർ എങ്ങനെയാണോ ഉള്ളത് എങ്കിൽ ആ ഉള്ളത് പോലെ അതേ അവസ്ഥയിൽ നിന്നും കൊണ്ട് അവർ ഖബറിൻ്റെ ഭാഗത്തേക്കാണ് ചുറ്റി. അവർ നിസ്കരിക്കുന്നത് ഇമാമും മാമൂമും ആയിട്ട് ആവാം. അപ്പം എന്ത് ചെയ്തിട്ടുണ്ടാകും, മൗമൂമിങ്ങളെല്ലാവരും ആ നിന്നോടത്ത് കിടന്നാണ്ട് തിരിഞ്ഞു. കാരണം ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കഅബ ഉള്ളത്. മദീനയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് വടക്ക് ഭാഗത്തേക്ക്, അവിടുന്ന് നേരെ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ നിസ്കാരത്തിൽ ഇമാമാണെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് വന്ന് തിരിഞ്ഞു മുന്നിലേക്ക് വന്നു. അപ്പോൾ ഇമാമ് മുന്നിലായി, ബാക്കിയുള്ളവരൊക്കെ ബാക്കിലായി. ബാക്കിലുണ്ടാകുമ്പോൾ ഒന്നാം സഫുകാർ, ആദ്യത്തെ ഒന്നാം സഫുകാർ ഇപ്പോൾ ലാസ്റ്റ് സഫായിട്ട് വരും. മാമൂമിങ്ങൾ നിന്നോടത്ത് കിടന്നു തെറ്റി, ഇമാമ് ബാക്കിൽ നിന്ന് മുന്നോട്ട് പോയി കിബിലൻ്റെ ഭാഗത്തേക്ക് നിന്നു. അതാ ഫദാറൂ കമാഹും കിബിലൽ ബൈത്ത്, കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് അവരെല്ലാവരും അത് നിന്ന മാതിരിയാണ് ചുറ്റി. വകാനത്തിൽ യഹൂദു യഹൂദികളായിരുന്നു ഖദ് അഅജബഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വലിയ ഇഷ്ടമുള്ളവരായിരുന്നു. ഖദ് അഅജബ നബി തങ്ങൾ അത്ഭുതപ്പെടുത്തിയിരുന്നു ഹും അവർക്ക് വലിയ താല്പര്യമായിരുന്നു നബി തങ്ങളോട്. എപ്പം ഇത് കാന യുസല്ലി കിബല ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞവരായപ്പോൾ നബി തങ്ങൾ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. വ അഹ്ലുൽ കിതാബി, അവിടെ രണ്ട് റിവായത്തുണ്ട്, രണ്ട് കോലത്ത് വായിക്കുക. അഹ്ലുൽ കിതാബി എന്ന് കാലത്തിൽ യഹൂദ് കാലത്തിൻ്റെ ഖബറായ ഇസ്മായ അൽ യഹൂദുമൊക്കെ അതപ്പായിട്ട് അഹ്ലുൽ കിതാബി, അഹ്ലു കിതാബികളും അങ്ങനെ തന്നെയായിരുന്നു, വലിയ താല്പര്യത്തിലായിരുന്നു. ഇപ്പോൾ ജൂതന്മാർ മാത്രമല്ല മറ്റ് അഹ്ലു കിതാബികളായ നസ്രാണികളുടെ കിബല ബൈത്തുൽ മുഖദ്ദസ് അല്ല, അത് കിഴക്ക് ഭാഗമാണ്. എല്ലായിടത്തും ഒരു കിഴക്കോട്ടാണ്. എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നസ്രാണികളാകുമ്പോൾ നസ്രാണികളെ മതത്തിനേക്കാളും മുമ്പുള്ള മതമാണ് മൂസാ നബിൻ്റെ മതമായ യഹൂദികളെ ബിംബിക്കുന്ന മതം. ആ മതത്തിൻ്റെ അയൽക്കാര കിബിലയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിയല്ലോർക്ക് അവർക്കും താല്പര്യമായിരുന്നു നബിയുടെ ഉള്ളിൽ. അഹ്ലു കിതാബി എന്നുള്ളത് ആമിൻ്റെ ശേഷം ഖാസ് പറഞ്ഞതാന്ന് വെക്കുക, അല്ലെങ്കിൽ അല്ല ഖാസിൻ്റെ ശേഷം ആമ് പറഞ്ഞതാന്ന് വെക്കുക, അല്ലെങ്കിൽ അഹ്ലു കിതാബി കൊണ്ട് മുറാദ് ഖാസായ നസ്രാണികൾ മാത്രമാണെന്നും വെക്കാം. പിന്നെ വഅഹ്ലൽ കിതാബി എന്ന് വാവ് മഅൻ്റെ മാനാക്കുള്ള വാവാക്കി വായിക്കാം. അപ്പം എന്താ അർത്ഥം വരും? വകാനത്തിൽ യഹൂദു ഖദ് അഅജബഹും ഇത് കാന യുസല്ലി ഖിബല ബൈത്തുൽ മുഖദ്ദസി വ അഹ്ലൽ കിതാബി, അഹ്ലു കിതാബികളോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അത് ജൂതന്മാർക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അഹ്ലു കിതാബിയുടെ മുറാദ് ജൂതന്മാർ തന്നെയാണ്. ഫലമ്മാ വല്ലാ വജ്ഹഹു ഖിബലൽ ബൈത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ അങ്കറൂ ദാലിക, ഫലമ്മാ വല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചപ്പോൾ വജ്ഹഹു നബി തങ്ങളുടെ മുഖത്തെ ഖിബലൽ ബൈത്തി പരിശുദ്ധ കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ അങ്കറൂ ദാലിക അതിനവർ വിമർശിച്ചു. അപ്പോഴാണ് സയഖൂലു സുഫാഉക്ക് ഇറങ്ങിയത്. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ പരിശുദ്ധ കഅബയുടെ ഭാഗത്തേക്ക് കിബില മാറുന്ന ആ ചരിത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് അസ്ർ നിസ്കാരത്തിലാണ് ഉണ്ടായിരുന്നത്. ആ അസ്ർ നിസ്കാരം നിസ്കരിക്കാൻ ഈ ഹദീസിൽ നബി തങ്ങൾ എവിടെയായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല.
وأنه صلى أول صلاة صلاها صلاة العصر وصلى معه قوم فخرج رجل ممن صلى معه. ഇവിടെ ഐനി പോലെയുള്ള ശാരീങ്ങൾ പറയുന്നത് فخرج رجل ممن صلى معه فمر على أهل مسجد എന്ന് പറയുന്ന അഹ്ലു മസ്ജിദ് എന്ന പള്ളിൻ്റെ അഹ്ലുകാർ എന്ന് പറയുന്ന പള്ളിൻ്റെ അഹ്ലുകാർ മസ്ജിദുൽ ഖിബിലത്തൈൻ്റെ അഹ്ലുകാരാണ്. അപ്പോൾ മസ്ജിദുൽ ഖിബിലത്തൈൽ ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു നിസ്കാരത്തിൽ 2 വക്തേക്ക് തിരിഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലില്ല എന്നാണ് ഐനി വളരെ വിശദമായി ചർച്ച ചെയ്തുള്ളത്. പലരും ചർച്ച ചെയ്തത് അങ്ങനെയാണ്. എന്നാൽ ഇന്ന് മസ്ജിദുൽ ഖിബിലത്തൈൻ എന്ന് പേര് വെക്കപ്പെടുന്ന ആ പള്ളിയുടെ ചരിത്രം പറയുന്നിടത്ത് ലൈഫായ ഹദീസിലുണ്ട്, ബൈലാബിയിലുണ്ട്, അങ്ങനെ പല ഹദീസിൻ്റെ കിതാബുകളിലും അത് കാണാം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് മസ്ജിദുൽ ഖിബിലത്തൈനിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് തിരിഞ്ഞത് എന്നും പറയുന്നുണ്ട്, 2 വട്ടം തിരിഞ്ഞത്. പക്ഷെ ഇതിലതല്ല, തിരിഞ്ഞത് വേറെ വിഭാഗമാണ്. അപ്പം അസ്ർ നിസ്കാരമാണ് ആദ്യമായി തിരിഞ്ഞത് എന്നും ആ അസ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിച്ച ഒരാൾ മറ്റൊരു പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളോട് പോയാണ് പറഞ്ഞത്. നബി തങ്ങളെ കാലത്ത് നബി തങ്ങൾ വന്ന ഉടനെ തന്നെ മദീനത്ത് 7 പള്ളികളുണ്ട്. അതിൽപ്പെട്ട ഒരു പള്ളിയാണ് ഖുബാ പള്ളി. അതിൽപ്പെട്ട മറ്റൊരു പള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി. അതുപോലെ മസ്ജിദ് ബനി അംർ, 6 പള്ളികളാണ്. 1 മസ്ജിദ് ബനു അംർ, 2 മസ്ജിദ് ബനി സായിദ, 3 മസ്ജിദ് ബനി ഉബൈദ്, 4 മസ്ജിദ് ബനി സലിമ, 5 മസ്ജിദ് ബനി സുറൈഖ്, 6 മസ്ജിദ് അഫ്ഫാൻ, 7 മസ്ജിദ് സുലൈം, 7 മസ്ജിദ് ജുഹൈന, അപ്പോൾ അത് 8 മസ്ജിദ് ജുഹൈന. 9ാമത്തെ നബിൻ്റെ പള്ളി, 9 പള്ളിയാണ് നബിൻ്റെ കാലത്ത്. തിസ്സത്തെ മസാജിദാണ്, ഞാൻ 7 തെറ്റാണ്, 9 മസ്ജിദ്. അപ്പോൾ ഈ 9 മസ്ജിദിൽപ്പെട്ട ഒരു പള്ളി മസ്ജിദുൽ ഖിബിലത്തൈൻ നബി തങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചില ആൾ റിവായത്തിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് നബി തങ്ങൾ നിസ്കരിച്ചോർത്ത് ഖിബില തിരിച്ചതിൻ്റെ ശേഷമാണ് നിസ്കരിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ലാഹിർ പ്രകാരം വരുന്നത്. അത് കൂടുതലായി പഠനം നടത്തി തീരുമാനിക്കേണ്ട വിഷയമാണ്. قال الإمام البخاري رضي الله عنه قال زهير حدثنا أبو إسحاق عن البراء في حديثه هذا أنه مات على القبلة قبل أن تحول رجال وقتلوا فلم ندر ما نقول فيهم فأنزل الله تعالى وما كان الله ليضيع إيمانكم. നമ്മുടെ റാവികളിൽപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരുടെ സനദുകളിൽപ്പെട്ട സുഹൈർ എന്നവർ പറഞ്ഞു, ഹദ്ദഥനാ അബൂ ഇസ്ഹാഖ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഫീ ഹദീസിഹി ഹാദാ, അവരുടെ സുഹൈറിൻ്റെ ഈ പറഞ്ഞ ഹദീസ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസ് തന്നെ പറയാണ്. എന്താ പറഞ്ഞത്? അന്നഹു മാത അലൽ ഖിബിലത്തി, കിബിലയുടെ മേലിലായും കൊണ്ട് മരണപ്പെട്ടു. ഖബല അൻ തുഹവ്വല, ആ കിബിലയെ തിരിക്കുന്നതിൻ്റെ മുമ്പായും കൊണ്ട് റിജാലുൻ, കുറേ പുരുഷന്മാർ, വഖുതിലു, അവരെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചർച്ച ഉണ്ട്. മാത്ത റിജാലുൻ എന്ന് പറഞ്ഞതിൻ്റെ അത്ഫ് തഫ്സീറാണ് വഖുതിലു എന്ന് പറഞ്ഞത്. അതായത് അവരെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യകാലം മരണപ്പെട്ടു പോയ ആളുകളെല്ലാം വളരെയധികം വേദനകളും വിഷമങ്ങളും പീഡനങ്ങളും സഹിച്ചു കൊണ്ടായതുകൊണ്ടാണ് കുത്തിലു എന്നുള്ള പ്രയോഗം കൂടി പ്രയോഗിക്കുന്നത്. അവർ മരിച്ചു എന്നല്ല, അവർ കൊല്ലപ്പെടുന്ന ഇതമായിരാണ്.
കാരണം അവർക്കുള്ള കൂലി ഒരു നിലക്കും പോകാൻ പാടില്ല, അവർക്ക് ശുഹദാക്കളെ ഹുക്കുമിൽ പെടേണ്ടവരാണ് എന്ന് വരുത്താനാണ് കുത്തിലു എന്ന് പറഞ്ഞത്. ഫലം നദിരി, നാം അറിയില്ല, നാം അറിഞ്ഞിട്ടില്ല, മാ നഖൂലു ഫീഹിം, അവരിൽ നാം എന്താണ് പറയേണ്ടത്. അവർ പരിശുദ്ധ ഇസ്ലാം വാജിബാക്കി 5 വക്ത് നിസ്കാരം, അത് അതിൻ്റെ ശുറൂത്ത് ഒപ്പിച്ച് നിസ്കരിച്ചവരാണ് എന്നാണോ അല്ലാത്തവരെന്നാണോ, എന്താണ് അവരെ പറ്റി പറയേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. നമുക്ക് സംശയമായിരുന്നു അവരെ പറ്റി. പരമ ആവലാതിയായി വന്ന് പറഞ്ഞവർ തന്നെയുണ്ട്. ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വതആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി. എന്തിറക്കി? വമാ കാനല്ലാഹു ലിയുളീഅ ഈമാനകും, വമാ കാനല്ലാഹു ലിയുളീഅ ഈമാനകും എന്ന് പറയുന്ന ആയത്തിനെ ഇറക്കി. ഈ മരണപ്പെട്ടു പോയ ആളുകൾ 10 ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ഉജൂബാക്കി അതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മാറി ഇങ്ങോട്ടും ബൈത്തുൽ മുഖദ്ദസുമായി കഅബയിലേക്ക് ആകുന്നതിൻ്റെ മുമ്പ് 10 ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ 10 ആളുകളും അവരെ സംബന്ധിച്ച് എന്ത് പറയും എന്നുള്ളത് നമുക്കറിയില്ല. അതിൽപ്പെട്ട 8 ആളുകൾ ഖുറൈശികളാണ്. അബ്ദുല്ലാഹിബിന് ശിഹാബിന് സുഹരി 1, മുത്തലീബിന് അസ്ഗറു സുഹരി 2, സക്രാനുബിന് അംർ 3, ആമിരിയു വേറൊരാള്, വഹത്താബ് ബിൻ അൽ ഹാരിസ് അൽ ജുമഹി, വഅംർ ബിൻ ഉമയ്യത്ത് അൽ അസദിയു, വഅബ്ദുല്ലാഹി ബിൻ അൽ ഹാരിസിന് സഹ്മിയു, وعروة بن عبد العزى العدوي وعدي بن نضرة العدوي. ഇങ്ങനെ 8 ആളുകൾ. വൈസ്നാനി മിനൽ അൻസാർ വഹുമാ അൽ ബറാ ബിൻ മഅറൂർ റളിയല്ലാഹു അൻഹു വഅസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 10 മഹാന്മാർ ആണുങ്ങൾ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് എന്ത് പറയണം എന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, അന്ന് ഫർളാക്കിയത് ചെയ്തത് പറഞ്ഞത് പ്രകാരം ചെയ്തവർക്ക് നിങ്ങൾക്കുള്ള ഈമാനെ മാ കാനല്ലാഹു ലിയുളീഅ ഈമാനകും. പ്രശ്നം എന്താവല? നിസ്കാരത്തെ പറ്റിയ ചർച്ച. അപ്പോൾ നിസ്കാരത്തെ പറ്റി ചർച്ച ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഈമാൻ എന്ന് പറയുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി ല്ലേ, യഅനി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, യഅനി സ്വലാത്തക്കും ഇൻദൽ ബൈത്ത്. അവിടെ ഇൻദൽ ബൈത്ത് വലിയ പ്രയോഗമാണ്. കഅബ ഹിജ്റന്റെ മുമ്പ് തന്നെ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. കഅബത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. കാരണം ആ വഫാത്തായവരിൽ അധിക ആളുകളും ഖുറൈശികളാണ്, കഅബന്റെ ഭാഗത്തുള്ളവരാണ്. അതുകൊണ്ട് കഅബത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നിങ്ങളുടെ നിസ്കാരം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇമാമിങ്ങൾ. ഈ മരണപ്പെട്ടു പോയ വിഷയത്താവുമ്പോ സ്വലാത്തക്കും എന്നല്ലല്ലോ പറയേണ്ടത്, സ്വലാത്തഹും അവരുടെ നിസ്കാരം എന്നല്ലേ, നിങ്ങളത് എന്നല്ലല്ലോ. എന്ന് പറയുന്നത് അവരതും നിങ്ങളതും തകലീബാക്കി ഇനി ബാക്കിയുള്ള നിങ്ങളല്ലേ ജീവിച്ചിരിക്കണേ, നിങ്ങൾ അന്ന് നിസ്കരിച്ചതും പുറത്തു പോവില്ല, ബാത്തിലാവൂല, പാഴാവൂല. അവരത് ഏതായാലും പാഴാവൂല, നിങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നവരും പാഴാവൂല. ആ ചെയ്ത് എനിക്ക് അതിൻ്റെതായ കൂലിയുണ്ട്. ഇമാമിങ്ങൾ പറയുന്നു, ഈ ഹദീസിൽ നിന്ന് കുറേ കാര്യങ്ങൾ പിടിച്ചെടുക്കാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ആരെങ്കിലും ചെല്ലുമ്പോൾ ആ നാട്ടിൽ സ്വന്തക്കാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം. അവരുടെ അടുക്കലായിരിക്കണം താമസിക്കേണ്ടത്. അത് നമ്മളെ ആളുകൾ, നമ്മളെ ഉസ്താദന്മാർക്ക് അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും നാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർത്ത ഉസ്താദന്മാരുണ്ടാകും, അല്ലെങ്കിൽ ആളുകളുണ്ടാവും. അവരവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ വല്ല വയലിനോ അല്ലെങ്കിൽ നാട്ടുകാരെ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് മുൻഗണന നൽകിയും കൊണ്ട് അവരുടെ അടുക്കലായിരിക്കണം താമസിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ അണ്ടറിലായിരിക്കണം. അതൊരു പ്രത്യേക സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന്, ഹിജ്റിൻ്റെ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കാം.
അതുപോലെ മറ്റൊരു വിഷയമാണ് നസ്ഖ്. ഒരു ഹുക്കുമിനെ മാറ്റി മറ്റൊരു ഹുക്കുമായി നിശ്ചയിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഹദീസിനെ ഖുർആൻ കൊണ്ടാണ് നസ്ഖ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം ഉജൂബാകിയിട്ട് ആ നിസ്കാരത്തിൻ്റെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആണെന്നുള്ള നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, ഹിജ്റ വന്നതിൻ്റെ ശേഷവും ഹിജ്റൻ്റെ മുമ്പും. അപ്പോൾ അത് നബി തങ്ങളെ ഹദീസാണത്. ആ ഹദീസിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം. ഇതൊന്നും നമ്മളെ നമ്മളെ ഉസൂൽ തന്നെ അതാണ്. അതുപോലെ ഖബർ വാഹിദ് കൊണ്ട് നസ്ഖ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിസ്കരിച്ച ഒരാളാണ് പോയിട്ട് മറ്റുള്ളവരോട് പറയുന്നത് ഖിബില മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി അതനുസരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ വേണം എന്നില്ല. പിന്നെ ഇതിൽ മറ്റൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആല കൊടുക്കുന്ന അംഗീകാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിബിലയായി കഅബ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയായി കൊടുക്കുകയാണ്. ചോദിക്കണില്ല നബി തങ്ങൾക്ക് അള്ളാഹു ദ്വാരനോട് പഠിച്ചവരെ കഅബയിലേക്ക് എനിക്ക് എന്നെ തിരിച്ചു തരണേ എന്ന് ദ്വാരക്കാലോ? ദ്വാരന്നിട്ട് പോലുമില്ല. ആഗ്രഹം നബി തങ്ങളെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഹദീസിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുമുണ്ട്. ഖദ്നറാത കല്ലബോജേ കബിസമാ, ഖുർആനിലുമുണ്ട്. അപ്പോൾ നബി ഫീഹി അദ്ദലാലത്തു അലാ ശറഫിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വകറാമത്തിഹി അലാ റബ്ബിഹി ഹൈസു യുഅ്തി ലഹു മാ യുഹിബ്ബുഹു മിൻ ഗൈരി സുആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ തന്നെ പൂർത്തിയായി കൊടുക്കും. നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുണ്ട് എന്നെനിക്കുള്ള വലിയൊരു അടയാളമാണ്. അത് വളരെ വ്യക്തമാണ്. എന്നാലും ഇതിൽ കൂടെ അത് പ്രത്യേകമായ അല്ലാഹു തആല നബി തങ്ങളെ എങ്ങനെല്ലാം പരിഗണിക്കുന്നു എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു അടയാളമാണ് ഈ സംഭവം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പിടിച്ചെടുക്കാം. ആവശ്യമുള്ളവർ ശറഹ് നോക്കുക.